ഓം നമോ നാരായണായ. ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടോളൂ. ഞാനിവിടെ പറയുന്നത് ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ആഗസ്റ്റ് മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ്. ജന്മരാശിയുടെ അധിപനായിരിക്കുന്ന ചൊവ്വയുടെ അനുകൂല സ്ഥിതി മൂലം ഭരണി നക്ഷത്രക്കാരുടെ ദൈനംദിന ജീവിതത്തിലാണെങ്കിൽ ചില കാര്യങ്ങളിൽ ഉറച്ച തീരുമാനങ്ങൾ എടുക്കുവാൻ കഴിയുകയും പ്രത്യേകിച്ച് ആരോഗ്യസ്ഥിതിയാണെങ്കിൽ വളരെ തൃപ്തികരമായിട്ട് കാണുന്ന ഒരു സമയമാണ് ഈ ആഗസ്റ്റ് മാസത്തിൽ. എന്നാലോ ഭരണി നക്ഷത്രക്കാർക്ക് ഏഴരശനിയുടേതായിട്ടുള്ള കാലഘട്ടം നിലനിൽക്കുന്നത് കൊണ്ടും ജന്മരാശ്യാധിപനാണെങ്കിൽ അഷ്ടമ ഭാവസ്ഥിതി നിലനിൽക്കുന്നത് കൊണ്ട് യാത്രകളിലും ഡ്രൈവിങ്ങിലും വളരെയധികം ശ്രദ്ധിക്കണം. കഴിവതും അനാവശ്യമായിട്ടുള്ള യാത്രകളെ ഒഴിവാക്കുന്നത് ഈ ഒരു സമയത്ത് വളരെ നല്ലതാണ്. വീഴ്ചകളും ക്ഷതങ്ങളും വരാതെ പ്രത്യേകം ശ്രദ്ധിക്കണം ഭരണി നക്ഷത്രക്കാർ. ഇനി കർമ്മപരമായിട്ടാണെങ്കിലും തൊഴിൽപരമായിട്ടാണെങ്കിലും വളരെയധികം നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്ന സമയമാണ് ഈ ആഗസ്റ്റ് മാസത്തിൽ. 4ാം ഭാവമായിട്ടുള്ള സുഖസ്ഥാനത്ത് ഉച്ചബലത്തോടു കൂടിയിട്ട് നിൽക്കുന്ന സർവേശ്വരകാരകനായിരിക്കുന്ന ദേവഗുരുവായിട്ടുള്ള വ്യാഴത്തിൻ്റെ ദൃഷ്ടിയാണെങ്കിൽ കർമ്മസ്ഥാനത്തേക്ക് വരുന്നതും മാസത്തിൻ്റെ ആരംഭത്തിലാണെങ്കിൽ സൂര്യൻ്റെയും ബുധൻ്റെയും ദൃഷ്ടി കർമ്മസ്ഥാനത്തേക്ക് വരുന്നത് കൊണ്ട് തൊഴിൽപരമായിട്ട് കർമ്മപരമായിട്ട് നിരവധിയായിട്ടുള്ള നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. ഈ ഒരു സമയങ്ങളിൽ അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾ കിട്ടുകയും അതുമൂലം സാമ്പത്തികപരമായിട്ടുള്ള ഭദ്രത കുറേയൊക്കെ മെച്ചപ്പെടുവാനും അനുകൂലമായിട്ടുള്ളൊരു സമയമാണ് ഈ ആഗസ്റ്റ് മാസത്തിൽ. എന്നാൽ ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം, നിവൃത്തിനാഥനായിരിക്കുന്നതായ ശുക്രനാണെങ്കിൽ നീചരാശിസ്ഥിതി വരുന്നത് കൊണ്ടും കർമാധിപതിയായിരിക്കുന്ന ശനീശ്വരനാണെങ്കിൽ ദുരിതഭാവസ്ഥിതി വരുന്നത് കൊണ്ട് തൻ്റെ കൂടെ നിൽക്കുന്ന സഹായികളുമായിട്ടോ തൻ്റെ കൂടെ നിൽക്കുന്ന അധികാരികളുമായിട്ടോ അഭിപ്രായ ഭിന്നതകളോ തർക്കങ്ങളോ മനോവിഷമതകളോ വരാതെ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ ഒരു സമയങ്ങൾ. ഇനി വിദ്യാർത്ഥികളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണെങ്കിൽ ഈ ആഗസ്റ്റ് മാസത്തിലെ നിരവധിയായിട്ടുള്ള നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. വിദ്യാമാതുലകാരകനായിരിക്കുന്ന ബുധൻ്റെയും ജ്ഞാനകാരകനായിരിക്കുന്ന സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴത്തിൻ്റെയും 5ാം ഭാവനാഥനായിരിക്കുന്ന സൂര്യൻ്റെയും അനുകൂല സ്ഥിതി മൂലം വിദ്യാർത്ഥികളിൽ പഠന സംബന്ധമായിട്ട് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനും പഠനത്തിൽ നല്ല മികവ് പുലർത്തുവാനും സാധിക്കുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ ആഗസ്റ്റ് മാസത്തിൽ. ഭരണി നക്ഷത്രക്കാർ ഈ സമയത്ത് ദേവീക്ഷേത്രത്തിൽ ത്രിപുരസുന്ദരി മന്ത്രം കൊണ്ട് അർച്ചന ചെയ്ത് പ്രാർത്ഥിക്കുന്നതും ശനീശ്വര പ്രീതികരമായിട്ടുള്ള വഴിപാടുകൾ ചെയ്യുന്നതും ആഞ്ജനേയ സ്വാമിക്കാണെങ്കിൽ വെറ്റിനമാല സമർപ്പിക്കുന്നതും വളരെയധികം ഗുണം ചെയ്യും.